ഹായ് വീണാസ് മാജിക് കിച്ചണിലേക്ക് ഏവർക്കും സ്വാഗതം. ഇത് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നല്ല സ്വീറ്റിയും എമ്മിയുമായിട്ടുള്ള ക്യാരറ്റ് ഹൽവയാണ്. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ. അതിനായിട്ട് ഞാനിവിടെ ഒരു 3 ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം. ക്യാരറ്റിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് കഴുകി നല്ല വൃത്തിയാക്കി എടുത്തതാണ്. ഞാൻ ഇതുപോലാണ് ഇത് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നത്. ഇത് കുറച്ച് സമയം എടുക്കുന്ന പരിപാടിയാണ്, നമ്മൾ ക്ഷമിച്ച് തന്നെ ചെയ്യണം. അതുപോലെ ഞാൻ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിവിടെ ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. കാഷ്യൂസ് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. അതേ നെയ്യിലേക്ക് തന്നെ നമ്മൾ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ക്യാരറ്റ് ഒന്ന് വെന്ത് വരണം. അതിനായിട്ട് നമുക്കൊരു 5 മിനിറ്റ് അടച്ചു വയ്ക്കാം. ഇതിലേക്ക് 1 കപ്പ് പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. നമ്മൾ ഒഴിച്ചു കൊടുത്തിരിക്കുന്ന പാലെല്ലാം വറ്റി നല്ല കുറുകി വരണം. ഫ്ലെയിമൊക്കെ നല്ലതുപോലെ കുറച്ച് വെച്ചിട്ട് തന്നെയാണ് നമ്മളിത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. ഈ സമയത്ത് നമുക്കിതിലേക്ക് 1 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര അധികം വേണ്ട എന്നുള്ളവർക്ക് 1/4 കപ്പ് അളവിൽ ചേർത്താലും മതിയാവും. ഇതിലേക്ക് നമുക്ക് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നല്ലതുപോലെ സമയമെടുത്ത് തന്നെ നമ്മളിത് വഴറ്റിയെടുക്കണം. ഇപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്ത പാലെല്ലാം നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കാഷ്യൂസ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്തെടുക്കാം. നമ്മുടെ കിഡിലൻ ടേസ്റ്റുള്ള നല്ല സോഫ്റ്റായിട്ടുള്ള ക്യാരറ്റ് ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ചൂടോടുകൂടിയോ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചോ കഴിക്കാവുന്നതാണ്. എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഒന്ന് തണുത്തിട്ട് കഴിച്ചപ്പോഴായിരുന്നു പ്രത്യേക ടേസ്റ്റ് ഉണ്ടായിരുന്നത്. നിങ്ങളിതെല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക് യു.